നമസ്കാര സുഹൃത്തുക്കളെ, സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സമീഷാണേ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ കോഴിക്കോട് വള്ളിക്കാട്ട് കാവിലേക്കാണ്. ബാക്കി നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. സുഹൃത്തുക്കളെ, ഇതാണ് വള്ളിക്കാട്ട് കാവിലേക്ക് പോകുന്ന വഴി കേട്ടോ. നല്ല പച്ചപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായൊരു കാവാണ് വള്ളിക്കാട്ട് കാവ്. കോഴിക്കോട് ജില്ലയിലെ എടക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വള്ളിക്കാട്ട് കാവ് പ്രകൃതി രമണീയമായൊരു മനോഹരമായൊരു കാവാണ്. അതിനോട് ചേർന്ന് ഒരു മനോഹരമായിട്ടുള്ള കുളവും ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ബാക്കി നമുക്ക് വള്ളിക്കാട്ട് കാവിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ആസ്വദിക്കാം. സുഹൃത്തുക്കളെ, വള്ളിക്കാട്ട് കാവിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവായ വനദുർഗ ദേവിയാണ്. ഈ ക്ഷേത്രം 17 ഏക്കറോളം വരുന്ന ഇടതൂർന്ന കാടിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാവും ക്ഷേത്രകുളവും ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാനോടൊപ്പം എത്തിയ വാനരന്മാരാണ് ഇവിടെ ദേവിയുടെ കളിത്തോഴരായി കഴിയുന്നത്. ക്ഷേത്ര പരിസരത്ത് ധാരാളം കുരങ്ങുകളെ കാണാം. അവ മനുഷ്യരുമായി നല്ല ഇണക്കത്തിലാണ്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ഇവർക്ക് പഴവും മറ്റും നൽകാറുണ്ട്. അവർ ആഹാരം നൽകാനായി പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി രമണീയമായ ഈ ക്ഷേത്രാന്തരീക്ഷം ഭക്തർക്ക് സമാധാനവും ശാന്തിയും നൽകുന്നു. സുഹൃത്തുക്കളെ, കോഴിക്കോട് ദൈവത്തിൻ്റെ പൂന്തോട്ടം എവിടെ വെച്ചാൽ നമുക്കറിയാം. വള്ളിക്കാട്ട് കാവിലാണ് ദൈവത്തിൻ്റെ പൂന്തോട്ടം കേട്ടോ. കാന്താര സിനിമയുടെ ലൊക്കേഷൻ പോലെ അതേ വൈബുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വള്ളിക്കാട്ട് കാവ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാവാണ്, ആസ്വദിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഭക്തർ വന്നാൽ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം അതാട്ടോ. ഇവിടെ വെച്ചിട്ടാണ് കുരങ്ങന്മാർ ഭക്ഷണം കഴിക്കാറ്. അവിടെയാണ് ഭക്ഷണം നമ്മൾ
സ്റ്റിക്കർ വെച്ച് കൊടുക്കുക. സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വള്ളിക്കാട്ട് കാവ് ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്, ടാറ്റാ.